നമ്മൾക്കിനി കാണണം. പാകിസ്ഥാന് പ്രഖ്യാപിച്ചു കഴിഞ്ഞു, അവർ മറുപടി തരും, അവരുടെ ഇഷ്ടപ്രകാരമുള്ള സമയത്തിലും രീതിയിലും അവർ ആക്ട് ചെയ്യുന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതിനുവേണ്ടി നമ്മളുടെ ആർമിയും നമ്മളുടെ എയർഫോഴ്സും നമ്മളുടെ സിവിൽ ഡിഫൻസും ഒക്കെ തയ്യാറായിരിക്കണം. നിങ്ങൾക്കറിയാമല്ലോ, ഇന്ന് തന്നെ ഒരു മോക്ക് ഡ്രിൽ എല്ലാ വലിയ നഗരത്തിലും സർക്കാർ പ്രഖ്യാപിച്ചിട്ടുണ്ട്. എയർ റെയ്ഡ് സൈറനും വെളിച്ചം കത്തലും വെളിച്ചം കെടുത്തലും ഇതെല്ലാം ചെയ്യാൻ വേണ്ടി ജനങ്ങളെ പഠിപ്പിക്കാനുള്ള ഒരു രീതി. അപ്പോൾ അഥവാ യുദ്ധം വന്നാൽ നമ്മൾ അതിനുവേണ്ടി അതിനാവശ്യമുള്ള എല്ലാ വിധത്തിലും നമ്മൾ തയ്യാറായിരിക്കും എന്നാണ് സർക്കാർ പറയുന്നത്. പക്ഷേ നമ്മൾ ആർക്കും യുദ്ധം വേണ്ട, യുദ്ധം ആഗ്രഹമില്ല. നമ്മൾക്ക് ഒരു തിരിച്ചടി കൊടുക്കാൻ ആവശ്യമുണ്ടായിരുന്നു, അത് ചെയ്തു. ഇനി എൻ്റെ അഭിപ്രായത്തിൽ എല്ലാവരുടെയും ആഗ്രഹമാണ് ഇതിനെ കുറച്ചൊന്ന് ഡയൽ ഡൗൺ ചെയ്യുക, ഇതിന് കുറച്ചൊന്ന് താത്തുക, ടെമ്പറേച്ചറിനെ കുറച്ച് ചുരുക്കുക. അത് 1-2 ദിവസത്തെ കാര്യമല്ല. പക്ഷേ അവസാനത്തിൽ നമ്മൾ വീണ്ടും നമ്മുടെ 2 രാജ്യങ്ങളുടെ ഇടയിൽ ഭയങ്കര ടെൻഷൻ എന്തായാലും ഉണ്ടായിരുന്നു. ഇതെല്ലാം സംഭവിക്കുന്ന മുമ്പ് തന്നെ നമ്മുടെ 2 രാജ്യത്തിലും അംബാസഡറോ ഹൈ കമ്മീഷണറോ ഇല്ലല്ലോ, അവരെയൊക്കെ പണ്ടേ പറഞ്ഞയച്ചതായിരുന്നു. നിങ്ങൾക്കറിയാം, പല വിധത്തിലും നമ്മൾ 2 രാജ്യത്തിൻ്റെ ഇടയിൽ പല ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു. ക്രിക്കറ്റ് അടക്കം നമ്മൾ ഒരു രാജ്യത്ത് കളിക്കാൻ തയ്യാറല്ല. അപ്പോൾ ആ ടെൻഷൻ്റെ സ്ഥിതിയിൽ നമ്മൾ ജീവിക്കാൻ അറിയാം. യുദ്ധം വേണ്ടാന്ന് എല്ലാ ഭാരതീയരും പറയും. പക്ഷെ അഥവാ മറ്റേവർക്ക് നമ്മളെതിരെ യുദ്ധം ചെയ്യാൻ ആഗ്രഹിച്ചാൽ അവർ വീണ്ടും ഒരു പാഠം പഠിപ്പിക്കും. അതാണ് ഞാൻ കണ്ടിരിക്കുന്നത്. ഈ കാര്യത്തിൽ എന്തായാലും എൻ്റെ പാർട്ടിയും ഉടനെ പ്രഖ്യാപിച്ചു, എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഒരുമിച്ച് നിൽക്കണം ഈ കാര്യത്തിൽ. ദേശീയ ഐക്യം ഈ വിഷയത്തിൽ അത്യാവശ്യമാണ്. നമ്മളെല്ലാവരും ഒന്നാണ്.